മെയിനായിട്ട് ഈ വീട്ടിൽ പ്രസവിക്കുന്ന ആൾക്കാരെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഭയങ്കര ഞങ്ങളുടെ പഴയ അമ്മൂമ്മ ഒക്കെ വീട്ടിലാണ് പ്രസവിച്ചത്, നാടൻ രീതി, ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള രീതി, അങ്ങനെ വിശ്വസിച്ച് മണ്ടന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ. പിന്നെ മതപരമായിട്ട് അന്ധവിശ്വാസം മാത്രം വിശ്വസിച്ചിട്ട് വീട്ടിൽ പ്രസവിക്കുന്ന ആൾക്കാർ. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് തുടരെ ഇങ്ങനെ ഓരോ കൊല്ലം ഇങ്ങനെ കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ മെഷീൻ പോലെയാണ്. മാക്സിമം അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് മാക്സിമം പോപ്പുലേഷൻ അങ്ങോട്ട് അടിച്ചു കയറ്റി വിടുന്ന കുറച്ച് പുരുഷന്മാരുണ്ട്. അതായത് പ്രസവവേദനയോ അതിനൊന്നും വലിയ വിലയൊന്നും അവർക്കില്ല. അല്ലെങ്കിൽ സ്ത്രീകളോ അനുഭവിക്കുന്ന വേദനകളോ ദുരിതങ്ങളോ വിഷയങ്ങളോ ഒന്നും അവർക്ക് വിഷയമല്ല. സ്ത്രീ ഒരു പ്രൊഡക്ഷൻ മിഷനായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ, അവർക്കും ഈ ഒരു വീട്ടിൽ പ്രസവിക്കുന്നതായിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം. ഭർത്താവിന്റെ പേര് സിറാജുദ്ദീൻ എന്നാണ്. ഇയാളെ ന്യൂസ് ചാനലൊക്കെ പറയുന്നത് വ്യാജസിദ്ധൻ എന്നാണ്. വ്യാജസിദ്ധനല്ല, ഇവനെ ലോക മണ്ടൻ എന്ന് വേണം പറയാൻ. ഓൾറെഡി 4 മക്കളുടെ അച്ഛനാണ് ഈ പറയുന്ന സിറാജുദ്ദീൻ. ഇവരുടെ ഭാര്യയുടെ പേരാണ് ഹസ്മ. അവരിപ്പോൾ ജീവനോടെ ഇല്ല. 5ാമത്തെ പ്രസവത്തോടു കൂടി അവർ മരിച്ചു പോകാൻ ഉണ്ടായിട്ടുള്ളത്. വീട്ടിൽ വെച്ച് ഇയാളെന്തോ അക്വാപഞ്ചറൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേ ഒരു മണ്ടത്തരമായിട്ടുള്ള ചികിത്സയാണ് അത്. വീട്ടിൽ വെച്ച് ഇയാൾ പഠിച്ച് ഭാര്യയിൽ അങ്ങ് പ്രയോഗിച്ചു. അതായത് ഭാര്യനെ വീട്ടിൽ ചികിത്സയൊക്കെ നിഷേധിച്ച് വീട്ടിൽ തന്നെ സ്വയം പ്രസവം എടുത്തു. അതോടുകൂടി ബ്ലീഡിങ്ങോടുകൂടി ആ ഭാര്യയും മരിച്ചുപോയി. ഭാഗ്യത്തിന് ആ കുഞ്ഞ് മാത്രം രക്ഷപ്പെട്ടു. അതിനും ചികിത്സ നിഷേധിച്ചിട്ട് അതിനെ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകാണ്ട് അതിനും ചികിത്സ നിഷേധിച്ചു ഇയാൾ. എന്നാലും ആ കുഞ്ഞിന്റെ ഒരു ആയുസിന്റെ ബലത്തിൽ അതിപ്പോൾ ജീവനോടെ ഉണ്ട്. ഈ ഭർത്താവ് എത്രമാത്രം കുറ്റക്കാരനാണോ അതേ അളവിൽ തന്നെ ഈ ഭാര്യയും അതുപോലെ അവരുടെ മാതാപിതാക്കളും കുറ്റക്കാരാണ്. കാരണം 1ഉം 2ഉം പ്രസവം ഹോസ്പിറ്റലാണ് ഈ സ്ത്രീയുടെ നടന്നിട്ടുള്ളത്. ബാക്കി 3ഉം 4ഉം പ്രസവം വീട്ടിൽ നടന്നതാണ്. അപ്പോൾ അതിന്റെ കോംപ്ലിക്കേഷനൊക്കെ ഇവർക്ക് അറിയാം ഓൾറെഡി. എന്നിട്ടും 5ാമതൊരു പ്രസവം വീട്ടിൽ വീണ്ടും അവർ കണ്ടക്ട് ചെയ്തേക്കുന്നു. അതിന് ഒരു പ്രാവശ്യം പോലും ഇവർ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ 5ാമതൊരു പ്രസവം നടക്കുമ്പോൾ ഒരു വൈദ്യ പരിശോധനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുമോ ചെയ്താലോ എന്നൊരു ചിന്ത ഇവരിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അന്നേരം ഒന്നും ചോദ്യം ചെയ്യാണ്ട് അല്ലെങ്കിൽ പോലീസിലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കാണ്ട് ഇപ്പൊ ഒരു മരണം സംഭവിച്ചപ്പോൾ വലിയ ആവേശം കാണിച്ചിട്ട് കാര്യമുണ്ടോ? ആദ്യം തല്ലാണ്ട് ഇവരൊക്കെ പെണ്ണ് കൊടുക്കുന്നവർക്കാണ്. ഇനി ഈ കേസ് ഒതുക്കി തീർക്കുകയും ചെയ്യും. ഇനി കേസിന്റെ ഒരു പൊടി പോലും ഉണ്ടാവത്തില്ല. എന്ന് മാത്രമല്ല ഇനി വീണ്ടും കല്യാണം കഴിക്കും. ഇനി അത് വീണ്ടും മക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതേ അവസ്ഥ തന്നെ. ഇന്ന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൽ പ്രസവിക്കുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഈ പ്രസവം എന്ന് പറയുന്നത് കേൾവി മാത്രമേ ഉള്ളൂ. ആൾക്കാരെന്താ പറയണേ സുഖപ്രസവം എന്ന്. സത്യം പറഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഭർത്താവിനെങ്കിലും അത് കാണിച്ചു കൊടുക്കണം. അവരെ കൂടെ ആരാണോ പ്രസവിക്കുന്നത് അവരെ ഭർത്താവും കൂടെ നിന്നിട്ട് വേണം ആ പ്രസവം എന്താണെന്ന് അറിയിച്ചു കൊടുക്കണം. എങ്ങനെയാണ്, എത്രമാത്രം വേദനയാണ്, എത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല, അത്ര സുഖമുള്ള പ്രസവമൊന്നുമല്ല. അതിൻ്റെ ഇടയ്ക്കാണ് 5ഉം 10ഉം 20ഉം പ്രസവിക്കുന്നത് ഇന്നത്തെ കാലത്ത്. ഒരു സ്ത്രീക്ക് അത് അത്രമാത്രമൊക്കെ ശക്തി ഉണ്ടോ എനിക്കറിയാൻ വയ്യ. 4ഉം 5ഉം പ്രസവിക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടി വരും സമയം. ഒരാളുടെ ജന്മം മൊത്തം പ്രസവിക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടി വരും. എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. 1ഓ 2ഓ മക്കൾ വേണം. അതിൽ കൂടുതൽ 10ഉം 15ഉം പ്രസവിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പ്രസവം കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരെ നിൽക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഈ തുടർച്ചയായിട്ട് 5ഉം 6ഉം പ്രസവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും തുമ്മാൻ പോലും പറ്റത്തില്ല. അത് മനസ്സിലാക്കണം. സത്യം പറഞ്ഞ ആണുങ്ങൾ. ആടോ പശുവാണോ? നിങ്ങൾ ആടിന്റെ പശുവിന്റെ ഒക്കെ പ്രസവം എടുത്തിട്ടുണ്ടാവും. അതും വെച്ചിട്ട് മനുഷ്യരുടെ പ്രസവം എടുക്കാൻ എന്ത് കോമൺ സെൻസ് ആണ് ആൾക്കാർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.